അൽഫോൻസാമേ, അൽഫോൻസാമേ, അനുഗ്രഹ പൂമഴ ചൊരിയണമേ, അനുഗ്രഹ പൂമഴ ചൊരിയണമേ. ദുഃഖങ്ങളേറെ സഹിച്ചവളെ, ദുഃഖിതരിവരിൽ കനിയണമേ, കനിയണമേ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെതായ ഒരുപാട് പീഡകളുണ്ട്. ചിലപ്പോൾ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, നമ്മളെ കൂടെ പഠിക്കുന്നവരിൽ ഒരുപാട് ആളുകൾ രോഗത്തിൻ്റെതായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഈ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവർ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിയുന്ന എല്ലാ രോഗികളെയും നമുക്ക് കൊണ്ടുവരാം. അവരെല്ലാവരെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ തിരുരക്തത്താൽ കഴുകി അവരെല്ലാവരെയും സൗഖ്യപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ തിരുരക്തത്താൽ കഴുകി അവരെല്ലാവരെയും സൗഖ്യപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജിനിൻ എന്ന് പറയുന്ന ജന്മന കാലിന് ഉണ്ടാകാത്ത ജിനിൻ എന്ന് പറയുന്ന ജന്മന കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരു കുട്ടിയായിട്ട് അവൻ ജനിച്ചു. ഇതവർക്ക് മാതാപിതാക്കന്മാർക്ക് ഒരുപാട് വിഷമവും വേദനയും സങ്കടമൊക്കെ ആയിരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടും ഈ കുട്ടി നടക്കാത്തത് കൊണ്ട് അവൻ്റെ മാതാപിതാക്കന്മാരായ ഷാജിയും ലിസിയും ജനീനിനെ കൊണ്ട് വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടത്തെങ്കിലേക്ക് പ്രാർത്ഥനയോടുകൂടി അവർ സഞ്ചരിച്ചു. വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടത്തെങ്കിൽ ആ മാതാപിതാക്കന്മാർ കാലിന് സ്വാധീനമില്ലാത്ത ഈ കുട്ടിയെ അവിടെ കടത്തി പ്രാർത്ഥിച്ചു. കഴിഞ്ഞപ്പോൾ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ കാലുകൾക്ക് സ്വാധീനമുണ്ടാകുവാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവർ, വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴി ദൈവം ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് അടയാളങ്ങളും ഒരുപാട് മാനസാന്തരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും നമ്മളറിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സൗഖ്യത്തിന് കാരം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ഒരു സൗഖ്യത്തിന് കാരം നമ്മളിലേക്ക് ഓരോരുത്തർക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് അങ്ങയുടെ സൗഖ്യത്തിന് കാരം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും മനസ്സിൽ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, കുരിശിൽ കിടന്നുകൊണ്ട് കഠിന പീഡകൾ ഏറ്റുവാങ്ങിയ ഉദ്ധിതനായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും എൻ്റെ അയൽക്കാരെയും സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തിൽ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും സൗഖ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നീ കാൽവരി കുരിശിൽ ചിന്തിയ രക്തത്തോടൊപ്പം, നീ കാൽവരി കുരിശിൽ സഹിച്ച പീഡകളൊപ്പം ഞങ്ങളുടെ എല്ലാ രോഗപീഠകളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുറിവുകളാൽ മുറിവുകൾക്ക് സൗഖ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ തിരുമുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾക്ക് സൗഖ്യം തന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ അറിയുന്ന എല്ലാ രോഗികളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ
യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ അവരെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് രോഗികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എല്ലാ രോഗികളെയും ഇന്നേ ദിവസം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം വഴി ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയട്ടെ. നിങ്ങളുടെ ശിരസ് മുതൽ കാൽപാദം വരെ എല്ലാ ശരീര അവയവങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നിങ്ങളുടെ ശിരസ് മുതൽ കാൽപാദം വരെ എല്ലാ ശരീര അവയവങ്ങളെയും സമർപ്പിച്ച് ദൈവത്തിൻ്റെ സൗഖ്യം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കാൽവരി കുരിശിൽ പീഡ സഹിച്ച് മരിച്ച ഈശോയുടെ ആ പീഡാനുഭവത്തിൻ്റെ യോഗ്യതകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സൗഖ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ജനങ്ങളെ കണ്ടപ്പോൾ അവരോട് കരുണ തോന്നി എന്ന് ദൈവവചനം പറയുന്നുണ്ട്. രോഗികളായിട്ടുള്ള എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ ശിരസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗികളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തലയിൽ അമിതമായ മർദ്ദനമേൽക്കുന്ന ആൾക്കാരെ, വേദന അനുഭവിക്കുന്ന ആൾക്കാരെ, അമിതമായ തലവേദന അനുഭവിക്കുന്ന ആൾക്കാരെ, തലയിൽ മുഴകൾ വളരുന്ന ആൾക്കാരെ ഒക്കെ സമർപ്പിച്ച് പ്രത്യേകിച്ച് തലയിലുണ്ടായ സ്ട്രോക്കുമുണ്ട് ശരീരവും തളർന്നു പോയ എല്ലാ ആൾക്കാരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അമിതമായി തലമുടി കൊഴിയുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു സൗഖ്യത്തിന് കരം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഈശോ നിങ്ങൾ ഓരോരുത്തരെയും തൊട്ട് നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുമായി ബന്ധപ്പെടുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥന. ഷുഗർ രോഗങ്ങൾ കൊണ്ട് കണ്ണിൻ്റെ അവസ്ഥകൾ മാറുകയും കാഴ്ചശക്തി മങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥന. യാത്രായാമങ്ങളിൽ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാഴ്ചകൾ മങ്ങലുള്ള ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാഴ്ചയുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് ദൈവമായ കർത്താവ്, ഈ ദിവ്യകാരുണ്യ ഈശോ അന്ധനെ തൊട്ട് സൗഖ്യപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ കണ്ണുകൾക്ക് പുതിയ പ്രകാശം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കാഴ്ചശക്തി ദൈവം വീണ്ടെടുത്ത് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അലർജി മൂലം വേദനിക്കുന്ന എല്ലാ ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി മൂലം വേദനിക്കുന്ന എല്ലാ ആൾക്കാരെ കാലാവസ്ഥയുടെ അലർജികൾ മൂലം, പൊടിയുടെ അലർജി മൂലം, ഭക്ഷണത്തിൻ്റെ അലർജി മൂലം, വിദേശ ജോലി ചെയ്യുമ്പോൾ അവരുടെ കാലാവസ്ഥ കൊണ്ട് വേദനിക്കുന്ന കുറേ അലർജി അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മൂക്കിൽ ദശ വളരുന്ന രോഗമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ശ്വാസകോശത്തെയൊക്കെ നമുക്ക് സമർപ്പിച്ച് ദൈവമായ കർത്താവിൻ്റെ സൗഖ്യപ്പെടുത്തുന്ന കാര്യം നമ്മളിൽ ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവിൻ്റെ സൗഖ്യപ്പെടുത്തുന്ന കാര്യം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ശബ്ദത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദവുമായി ബന്ധപ്പെടുന്ന എല്ലാ അവയവങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശബ്ദം കുറഞ്ഞു പോകുന്ന, സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊണ്ടയിൽ മുഴ വളരുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുമൂലം അവരനുഭവിക്കുന്ന ശാരീരിക മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അമിതമായ വണ്ണം അവരുടെ ശരീരത്തിൽ തുടങ്ങാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ചില സമയത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്, മൂടുകൾ മാറുന്നു. അങ്ങനെയുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ ഒരു സൗഖ്യത്തിൻ്റെ കരം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അത് അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ കാൽപാദം വരെ എല്ലാ ശരീരാവയവങ്ങൾക്കും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെ സമർപ്പിച്ച്, അവരെടുക്കുന്ന മരുന്നുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കീമോ തെറാപ്പികളെ സമർപ്പിച്ചവർ, റേഡിയേഷൻ തെറാപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ആ ക്യാൻസർ രോഗത്തെ ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുച്ചോരയാൽ ദൈവം കഴുകി നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആന്തരിക അവയവങ്ങളെ അതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ, പ്രത്യേകിച്ച് കരളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വേദന അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകുടലും ചെറുകുടലുമായിട്ട് വേദന അനുഭവിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച്, അൾസർ ഉള്ള രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
കിഡ്നിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് എല്ലാ ദിവസവും ഒന്നരാടം ദിവസങ്ങളിൽ 3 ദിവസം കൂടുമ്പോൾ ഡയാലിസിന് പോകുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥന. അതുകൊണ്ട് അവർ അനുഭവിക്കുന്ന ആ സാമ്പത്തിക പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥന. ഈശോയുടെ സൗഖ്യത്തിൻ്റെ കരം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഈശോ നിങ്ങൾ ഓരോരുത്തരെയും തൊട്ട് നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും തൊട്ട് സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രോഗികളെയും അമിതമായ നടുവേദന അനുഭവിക്കുന്ന, പുറംവേദന അനുഭവിക്കുന്ന, ഡിസ്കുകൾ അകലുന്ന, ഷോൾഡറിന് അമിതമായ വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് അടിച്ചപ്പോൾ അസ്ഥികൾക്ക് ജീവൻ നൽകിയതുപോലെ നിങ്ങളുടെ വേദന അനുഭവിക്കുന്ന, ബലമില്ലാത്ത നിങ്ങളുടെ അസ്ഥികൾക്ക് ദൈവം ബലം തന്ന് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുമ്പോൾ മുട്ടിന് വേദന അനുഭവിക്കുന്ന, കാലിന് വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു കരുണയുടെ സൗഖ്യം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ത്വക്ക് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ത്വക്ക് രോഗികളെ സമർപ്പിച്ച് ശരീരത്തിൽ നിന്ന് അമിതമായിട്ടുള്ള തോലിന് പ്രശ്നം വരുന്നു, ത്വക്കിന് പ്രശ്നം വരുന്നു, അതിൻ്റെ കളറ് പോകുന്നു. ഒരുപാട് ത്വക്ക് രോഗവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സൗഖ്യത്തിന് കരം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തെ തൊട്ട് ഈശോ സൗഖ്യപ്പെടുത്തട്ടെ. അനുദിനം നിങ്ങളുടെ ത്വക്ക് രോഗവുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അനുദിനം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ത്വക്ക് രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രോഗങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് വിട്ടുമാറാത്ത വേദനകളുള്ള ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികമായിട്ടുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുള്ള ആൾക്കാരെ ഈശോയുടെ സൗഖ്യത്തിന് കരം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥേരി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ മുഴകൾ വളരുന്ന, പല ശരീര അവയവങ്ങളും മുഴകൾ വളരുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഈ ആരാധനയിൽ നിങ്ങളെല്ലാവരും തൊട്ട് സൗഖ്യപ്പെടുത്തട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ മുഴകളെല്ലാം മാറിപ്പോകട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ മുഴകളെല്ലാം മാറിപ്പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപകടത്തിൽ പരുക്ക് പറ്റിയ എല്ലാ രോഗികളെയും സമർപ്പിച്ച പ്രാർത്ഥന. അപകടത്തിൽ പരുക്ക് പറ്റി കുറേ വേദന അനുഭവിക്കുന്ന ആൾക്കാർ, എണീറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ശരീരത്തിനും മനസ്സിനും വേദന അനുഭവിക്കുന്ന ആൾക്കാർ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹോർമോൺ വ്യതിയാനം മൂലം വിറ്റാമിൻ്റെ കുറവുകൾ കൊണ്ട് ഒരുപാട് രോഗം അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമിതമായ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഒരു സൗഖ്യത്തിന് കരം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഈശോയുടെ സൗഖ്യത്തിന് കരം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാ ഷുഗർ രോഗികളെയും പ്രഷർ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യത്തിന് നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ തൊട്ട് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമിതമായ പനി മൂലം ക്ലേശിക്കുന്ന ആൾക്കാരിന് പനി വരുമ്പോൾ പെട്ടെന്ന് ഫിക്സ് വരുന്നു, പനി വരുമ്പോൾ തലകറങ്ങി വീഴുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉറങ്ങാത്ത മുറിവുമായി നടക്കുന്ന, മനസ്സിനും ശരീരത്തിനും ഉറങ്ങാത്ത മുറിവുമായി നടക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പലവിധ രോഗങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുറിവ് പറ്റിയിട്ടും അത് ഉണങ്ങുന്നില്ല, മരുന്നുകൾ കഴിക്കുന്നു, പലവിധ ട്രീറ്റ്മെൻറ്റിന് പോകുന്നു, അങ്ങനെ ഉണങ്ങാത്ത മുറിവുമായി നടക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ തൊട്ട് നിങ്ങളുടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ തൊട്ട് നിങ്ങളെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ശ്വാസം മുട്ടലുകൾ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരെയും എല്ലാ ഗർഭിണികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഉദരത്തിൽ ശിശുക്കളെ വഹിക്കുന്ന എല്ലാ ഗർഭിണികളെയും സമർപ്പിച്ച് പ്രാർത്ഥന. അവരുടെ ഈ പ്രസവകാലത്ത്, ഈ ഗർഭിണി കാലഘട്ടങ്ങളിൽ അവർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ഒരു സഹായം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. എല്ലാ സ്പെഷ്യൽ കുട്ടികളെയും, ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗാവസ്ഥകൾ, ആ രോഗാവസ്ഥകൾ കൊണ്ട് അവരുടെ മാതാപിതാക്കന്മാർ അനുഭവിക്കുന്ന വേദനകൾ, തകർച്ചകൾ, അപമാനങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ ഒരു സൗഖ്യത്തിൻ്റെ കരം അവരിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിക്സ് മൂലം രോഗം അനുഭവിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫിക്സ് മൂലം രോഗം അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PCOD രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു സൗഖ്യത്തിൻ്റെ കരം നിങ്ങളിലേക്ക് വ്യാപരി. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത
ഭാര്യ ഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം കരുണ തോന്നി നല്ലൊരു ശിശുവിനെ നിങ്ങൾക്ക് ഓരോരുത്തരും വരദാനമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ പകർച്ചവ്യാധികളെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് വേദന അനുഭവിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമിതമായ ശരീരത്തിന് ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഒരു സൗഖ്യത്തിൻ്റെ കരം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ എല്ലാ രോഗികൾക്ക് വേണ്ടി മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സൗഖ്യങ്ങൾ ഇറങ്ങി വരട്ടെ. ആ പുണ്യവതിയുടെ പുണ്യപൂർണ്ണതകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ. അനുനിമിഷം ഓരോ നിമിഷവും നിങ്ങളിലേക്ക് സൗഖ്യത്തിന് അനുഭവം ഉണ്ടാകട്ടെ. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗാണുക്കളും മാറിപ്പോകട്ടെ. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ രോഗാണുക്കളും മാറിപ്പോയി ഈശോയുടെ സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ എന്ന് പറഞ്ഞ വചനത്തിൽ അഭിഷേകം ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം നമുക്കെല്ലാവർക്കും സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, നീ എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, നീ എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഈശോ എൻ്റെ മക്കളെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ അയൽക്കാരെ എല്ലാവരും സൗഖ്യപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി, അതോടൊപ്പം തന്നെ എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും രോഗീ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഈ ആരാധനയെ സമർപ്പിച്ച് നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവത്തിന് സൗഖ്യം എല്ലാ മനുഷ്യർക്കും കൊടുക്കുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥി. വിശുദ്ധ അൽഫോൻസാമ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഹല്ലേലൂയ ഹല്ലേലൂയ